കർണാടക രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പിളർപ്പ് അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ നിന്ന് താഴെ വീഴുന്നത് നോക്കി മനപ്പായസമുണ്ട ആളുകൾക്ക് കൃത്യമായ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കർണാടക രാഷ്ട്രീയത്തിൽ DK ശിവകുമാറിനെയും സിദ്ധരാമയ്യയെയും തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാമെന്ന് കണക്കുകൂട്ടിയവർക്ക് പിഴച്ചിരിക്കുകയാണ്. അവിടെ DK ശിവകുമാറും സിദ്ധരാമയ്യയും ഒരേ തൂവൽ പക്ഷികളെ പോലെ കോൺഗ്രസിനെയും സർക്കാരിനെയും മുന്നോട്ട് നയിക്കുമെന്ന കാര്യം വ്യക്തമായിരിക്കുന്നു. 140 MLA-മാരെയും കൊണ്ട് ഡൽഹിയിലെത്തി ഹൈക്കമാൻഡിനെ കണ്ടോ എന്ന തനിക്ക് മുഖ്യമന്ത്രിയാകണമെന്നും DK ശിവകുമാർ അവകാശവാദം ഉന്നയിച്ചെന്നാണ് ചില ആളുകൾ പറഞ്ഞു വരുത്തിയത്. അദ്ദേഹം അവിടുത്തെയുള്ള മുഴുവൻ MLA-മാരുടെയും പ്രസിഡന്റാണ്. കർണാടക PCC അധ്യക്ഷൻ എന്ന രൂപത്തിലാണ് DK ശിവകുമാർ ഡൽഹിയിലെത്തി നേതാക്കന്മാരെ കണ്ടത്. അതിന് മറ്റൊരു വ്യാഖ്യാനവും കൊടുക്കേണ്ട സാഹചര്യമില്ല എന്നും ശിവകുമാർ വ്യക്തമാക്കി കഴിഞ്ഞു. ചില മഞ്ഞ മാധ്യമങ്ങൾ നൽകിയ വാർത്ത DK ശിവകുമാർ BJP-യുമായി ബന്ധപ്പെട്ടു എന്നാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. അതായത് താൻ ഏതെങ്കിലും തരത്തിൽ BJP നേതൃത്വവുമായി ബന്ധപ്പെട്ടു എന്ന് തെളിയിച്ചാൽ തന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ താൻ തയ്യാറാണെന്ന് DK ശിവകുമാർ പറഞ്ഞു കഴിഞ്ഞു. അതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പവർ ഹൗസായ DK ശിവകുമാർ. കനകപുര മണ്ഡലത്തിൽ 1 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് ജനതാദൾ എസിന്റെയും BJP-യുടെയും സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി മിന്നും വിജയം നേടിയ DK ശിവകുമാറിനെ ഭയക്കുന്ന BJP അദ്ദേഹത്തെ തളർത്താൻ, അദ്ദേഹത്തെ തകർക്കാൻ നിരവധിയായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. പക്ഷേ അതിനെയെല്ലാം പ്രതിരോധിച്ച് കർണാടക രാഷ്ട്രീയത്തിൽ പകരം വെക്കാനില്ലാത്ത നേതാവായി, അനിശ്ചിത നേതാവായി തലയെടുപ്പോടെ തലയുയർത്തി നട്ടെല്ല് നിവർത്തി നെഞ്ചു വിരിച്ചു നിൽക്കുന്ന DK ശിവകുമാർ കന്നഡ രാഷ്ട്രീയത്തിലെ അനശ്വരനായ നേതാവാണെന്ന് വീണ്ടും 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 തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജനക്ഷേമ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്ന സിദ്ധരാമയ്യ സർക്കാർ, PCC അധ്യക്ഷൻ ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാറിന്റെ എല്ലാ പിന്തുണയും സർക്കാരിനുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എണ്ണയിട്ട യന്ത്രം കണക്കെ പാർട്ടി മെഷീനറി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കർണാടകയിലെ സംഘപരിവാറിന്റെ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മതേതര ജനാധിപത്യ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ കൃത്യമായ പദ്ധതികൾ കർണാടകയിൽ കളം നിറഞ്ഞു കളിച്ച നേതാവാണ് DK ശിവകുമാർ. അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടാൻ, അദ്ദേഹത്തെ തളർത്താൻ ഒരു BJP-കാരനും സാധ്യമല്ല എന്നതിൽ തർക്കമില്ല. എന്തായാലും കന്നഡ രാഷ്ട്രീയം കലങ്ങി മറിയുമെന്ന ദിവാസ്വപ്നം കണ്ട BJP-ക്ക് കനത്ത തിരിച്ചടിയാണ് സിദ്ധരാമയ്യയും DK ശിവകുമാറും ചേർന്ന് നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് ഒരു പ്രതിസന്ധിയിൽപ്പെട്ടാൽ, കോൺഗ്രസിന് ഒരു പ്രയാസം വന്നാൽ അത് പരിഹരിക്കാൻ ഓടിയെത്തുന്ന DK ശിവകുമാറിനെ ഇല്ലാ കഥകൾ പാടി തകർക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലല്ല, വിഡ്ഢികളുടെ നരകത്തിലാണ് ജീവിക്കുന്നത്. കാരണം സിദ്ധരാമയ്യയുടെയും DK ശിവകുമാറിന്റെയും മനസ്സും ശരീരവും കോൺഗ്രസിൽ അർപ്പിച്ചതാണ്. നെഹ്റു കുടുംബവുമായി ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്ന നെഹ്റു കുടുംബത്തിന്റെ, രാഹുൽ ഗാന്ധിയുടെ, സോണിയാഗാന്ധിയുടെ, പ്രിയങ്ക ഗാന്ധിയുടെ വിശ്വസ്തരിൽ വിശ്വസ്തനായ DK ശിവകുമാർ കർണാടക കോൺഗ്രസിന്റെ നട്ടെല്ലാണ്. അദ്ദേഹം തന്നെ കർണാടകയിൽ കോൺഗ്രസിനെ നയിക്കും. അതിലൊരു തർക്കവും വേണ്ട.